പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും നോയമ്പിൻ്റെ 15-ാം ദിനം നമ്മൾ സന്തോഷിക്കാൻ പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ഏറ്റവും അധികം കേട്ടത് നമ്മൾ തിരിച്ച് കർത്താവിലേക്ക് വരണം, നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ക്ഷമിക്കണം, ക്ഷമിച്ച് ജീവിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, മറ്റ് വ്യക്തികളെ കരുതികൊണ്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം നമ്മൾ കേട്ടു. എന്നാൽ ഇന്ന് നമ്മൾ ശരിക്കും സന്തോഷിക്കാൻ പോകുന്നു. ഇനി ഏതാണ്ട് 10 ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ കർത്താവിൻ്റെ രക്ഷകനായ യേശുവെ സ്വീകരിക്കാൻ വേണ്ടി. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു എന്നൊരു നക്ഷത്രമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം എന്നൊരു നക്ഷത്രമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പഠിപ്പിച്ച സത്യങ്ങളുണ്ട്. ഈ പഠിപ്പിച്ച സത്യങ്ങളും ഈ കേട്ട വചനങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. കർത്താവിൻ്റെ ഈ വരവ് നമ്മളെ രക്ഷിക്കാനും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം. നക്ഷത്രം കണ്ട് സന്തോഷിച്ചതുപോലെ രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം. ജീവിതം പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ആക്കി മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.